ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഡിന്നർ പരിപാടിയുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറാതെ തന്നെ നമ്മൾ റെഡിയായി ഡിന്നറിന് ഇറങ്ങിയിരിക്കുകയാണ്. ഡിന്നർ എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയാണിത്. ഇവരിങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇങ്ങനെ ഒന്നിച്ചൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കൂട്ടി നമ്മളവിടെ ഗെയിംസും പരിപാടിയും പിന്നെ കുറേ നേരം സംസാരവും കളിയും തമാശയും അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഫുഡും കാണും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ അതിൽ പോയിട്ടുണ്ടായിരുന്നു. വി ഫൗണ്ട് മെനി ന്യൂ ഫ്രണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ എക്സ്പോഷർ കിട്ടും. ഇങ്ങനെ പല കമ്മ്യൂണിറ്റീസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് സൈഡിൽ ഫുഡൊക്കെ കഴിച്ചു. ഒരു എന്താ പറയുക, ബിരിയാണി ടൈപ്പ് ഒരു ചിക്കൻ ചോറ് അങ്ങനെ പറയാം. ചിക്കനും അത് പക്ഷേ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇന്ത്യൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇവരുണ്ടാക്കി തരണമെങ്കിൽ അത് നല്ല രീതിയിൽ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഡെസേർട്ടായിട്ട് കിറ്റ്കാറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ആസ്വദിച്ച് കഴിച്ചു. ആൻഡ് ടുഡേ വാസ് റിയലി ഫൺ. ആക്ച്വലി നമുക്ക് നൈസായിട്ട് ഒരു റിലാക്സേഷൻ കിട്ടും ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് എൻജോയ് ചെയ്തെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു നമുക്കെന്നാൽ ഓരോ റൗണ്ട് കൂടെ ഗെയിം കളിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഗെയിമിംഗ് റൂമിൽ വന്നു. നമ്മളവിടെ വട്ടം കൂടി ഇരുന്ന് വീണ്ടും നമ്മൾ കളിച്ചു. ഇറ്റ് വാസ് എ നൈസ് ഈവനിങ്. നൈസായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഇതാണ് ചാൾസാണ് നമുക്ക് വേണ്ടി ഇന്നത്തെ ഫുഡ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവനെ അപ്രിഷ്യേറ്റ് ചെയ്യണം, കാരണം അവൻ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇന്ത്യൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി തന്നല്ലോ, വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഹാളിൽ കുറച്ച് നേരം കൂടി ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നൈസായിട്ട് നമ്മൾ എല്ലാവരോടും ഹാപ്പി ബൈ ബൈ പറഞ്ഞു പോയി.